കശ്മീർ വീണ്ടും ഒരു ലോക്ക്ഡൌണിന് തയ്യാറെടുക്കുകയാണോ എന്ന സംശയം ശക്തമാവുകയാണ്. ഈ മതില് ചാടിപ്പോകുന്നത് സാധാരണക്കാരനല്ല, ജമ്മു കാശ്മീരിന്റെ തെരഞ്ഞെടുക്കപ്പെട്ട മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ളയാണ്. കഴിഞ്ഞ 2 ദിവസത്തിലേറെയായി ഒമർ അബ്ദുള്ളയും മന്ത്രിമാരും ഉൾപ്പെടെ ജമ്മു കാശ്മീരിൽ വീട്ടുതടങ്കലില്ല. ജമ്മു കാശ്മീരിലെ രക്തസാക്ഷികളുടെ ദിനം ജൂലൈ 13 ആഘോഷിക്കപ്പെടാതിരിക്കാൻ മുഖ്യമന്ത്രിയെ അടക്കം കേന്ദ്ര സർക്കാർ വീട്ടുതടങ്കലിലാക്കി. മുഖ്യമന്ത്രിയായ ഒമർ അബ്ദുള്ളയെ പോലീസ് കയ്യേറ്റം ചെയ്യുന്നതിന്റെ ദൃശ്യങ്ങളാണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത്. ഒരു മുഖ്യമന്ത്രിക്ക് സ്വതന്ത്രമായി സ്വന്തം നാട്ടിൽ ഇറങ്ങി നടക്കാൻ കഴിയാത്ത രാജ്യത്താണ് നമ്മുടെ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമൊക്കെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് വല്ലാതെ പ്രസംഗിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലാണ് ജമ്മു കാശ്മീരിന്റെ ലഫ്റ്റനന്റ് ഗവർണർ അഥവാ കേന്ദ്ര സർക്കാർ നിയോഗിച്ച പ്രതിനിധി പഹൽഗാമിൽ സംഭവിച്ചത് ഒരു ഗുരുതര സുരക്ഷാ വീഴ്ചയാണെന്നും അതിന് താൻ ഉൾപ്പെടെയുള്ളവർ പൂർണ്ണ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നു എന്നും പറഞ്ഞത്. പക്ഷേ നമ്മുടെ നാട്ടിൽ പഹൽഗാം ദിവസങ്ങളോളം ആഘോഷിച്ച ഒരു മാധ്യമങ്ങളും ഈ വാർത്ത ആഘോഷിച്ച് കണ്ടില്ല. ഉത്തരവാദിത്വം ലഫ്റ്റനന്റ് ഗവർണർ ഏറ്റെടുത്ത സ്ഥിതിക്ക് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അടക്കമുള്ളവർ രാജിവെക്കണമെന്ന് ഒരു ചാനലിലെ അവതാരകനും ആവശ്യപ്പെട്ടില്ല. 26ലേറെ മനുഷ്യർക്കാണ് പഹൽഗാമിൽ ജീവൻ നഷ്ടപ്പെട്ടത്. അതിനു മുൻപ് മറ്റൊരു ഭീകരാക്രമണം നമ്മളെ ഇതുപോലെ ഏറെ വേദനിപ്പിച്ചിരുന്നു. അത് 2019 പുൽവാമ ഭീകരാക്രമണമാണ്. പുൽവാമ ഭീകരാക്രമണത്തിന് ശേഷം ഗുരുതരമായ സുരക്ഷാ വീഴ്ച സംഭവിച്ചു എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അന്ന് ലഫ്റ്റനന്റ് ഗവർണറായിരുന്ന സത്യപാൽ മാലിക് എന്ന BJP നേതാവ് അറിയിച്ചപ്പോൾ അതിനെക്കുറിച്ച് നിശബ്ദത പാലിക്കണമെന്ന് പ്രധാനമന്ത്രി തന്നെ പറഞ്ഞുവെന്ന് സത്യപാൽ മാലിക് തന്നെ വെളിപ്പെടുത്തിയിട്ട് നമ്മുടെ കേരളത്തിലെ എത്ര മാധ്യമങ്ങൾ അതിനെക്കുറിച്ച് വിശദമായൊരു അന്തിച്ചർച്ച നടത്തി? അന്ന് പാകിസ്ഥാനെ ആക്രമിക്കാൻ കാണിക്കുന്നതിൻ്റെ ആവേശത്തിൻ്റെ പകുതിയെങ്കിലും നമ്മൾ സുരക്ഷാ വീഴ്ചകൾ പരിഹരിക്കാൻ കാണിച്ചിരുന്നെങ്കിൽ പഹൽഗാമിൽ 26 ജീവനുകൾ നമുക്ക് നഷ്ടമാകില്ലായിരുന്നു. പക്ഷേ നമ്മുടെ മാധ്യമങ്ങൾക്ക് സുരക്ഷാ വീഴ്ചകൾ ഒരു ചർച്ചാ വിഷയമല്ലാതായിട്ട് വർഷം 15ലേറെ ആവുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു. 2014 ശേഷം നടന്ന ഒരു ഭീകരാക്രമണത്തിലും സുരക്ഷാ വീഴ്ച എന്നൊരു വാക്കുപോലും മാധ്യമങ്ങൾ ഉച്ചരിച്ച് നമ്മൾ കേൾക്കാറില്ല. ഇപ്പോൾ ജമ്മു കാശ്മീരിന്റെ മുഖ്യമന്ത്രിയെ അടക്കം മതില് ചാടിക്കുന്ന അവസ്ഥയിൽ എത്തിച്ചത് കേന്ദ്ര സർക്കാരാണെന്ന കാര്യത്തിൽ ആർക്കും സംശയമുണ്ടാവില്ല. മുഖ്യമന്ത്രിക്ക് പോലും മതില് ചാടേണ്ടി വരുന്ന, വീട്ടുതടങ്കലിൽ കഴിയേണ്ടി വരുന്ന ഒരു സ്ഥലത്തെ സാധാരണക്കാരന്റെ ജീവിതം എങ്ങനെയായിരിക്കുമെന്ന് ഏതൊരു ബുദ്ധിയുള്ള വ്യക്തിക്കും ഊഹിക്കാൻ കഴിയാവുന്നതാണ്. അതുകൊണ്ട് ഒരു പഴയ കാശ്മീരി പഴഞ്ചൊല്ല് പറഞ്ഞുകൊണ്ട് ഓർമ്മിപ്പിക്കാം: നീതിയില്ലാത്തിടത്ത് സമാധാനം ഉണ്ടാകില്ല, സമാധാനം നീതിക്ക് ശേഷം ഉണ്ടാകുന്ന ഒന്നാണ്. ജയ് ഭീം, ജയ് ഹിന്ദ്.